അറ്റോമിക് ബ്ലോണ്ട് കുറച്ച് പഴയ സിനിമയാണ്. 2017 ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളത്. ഡേവിഡ് ലെറ്റിച്ചാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ബുള്ളറ്റ് ട്രെയിൻ, ഫോൾ ഗൈ, ആ സിനിമയൊക്കെ ഈ സെയിം ഡയറക്ടർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ബുള്ളറ്റ് ട്രെയിൻ കിടിലൻ സിനിമ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമയായിരുന്നു. ഫോൾ ഗൈയും കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. ആ സെയിം ഡയറക്ടർ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സ്പൈ സിനിമ എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തായാലും ആക്ഷൻ കാണുമെന്ന് നമുക്കറിയാമല്ലോ. ഇതിനകത്ത് നല്ല ഗംഭീര ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസ് ഉള്ള സിനിമ തന്നെയാണ് അറ്റോമിക് ബ്ലോണ്ട് എന്ന് പറയാം. കുറച്ച് പഴയ സ്റ്റോറിയൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഈ MI6 CIA സാധനങ്ങളുണ്ടല്ലോ, ആ സാധനമാണ് 1980കളിൽ നടക്കുന്ന ഒരു സ്റ്റോറി. ബെർലിനിൽ വെച്ചിട്ട് MI6 ഒരു ഏജൻറ്റിനെ ആരോ കൊല്ലുന്നു. അപ്പം അവരുടെ ഒരു ലിസ്റ്റ്, അതായത് ഏജൻസിൻ്റെ എല്ലാം പേരുള്ള ഒരു ലിസ്റ്റ് അവർക്ക് മിസ് ചെയ്യാമെന്നുള്ള വെച്ചിട്ട് ആ ഒരു ലിസ്റ്റ് ആരുടെ കയ്യിലാണുള്ളത്? ദേ ആർ ദ പവർഫുൾ പീപ്പിൾ. അതായത് MI6 എൻ്റയർ ഏജൻറ്റിൻ്റെ പേരുകളും അവരുടെ റിലേഷനുകളും എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു സാധനമാണ് മിസ്സാവുന്നത്. അപ്പോൾ MI6 ഒരു ഏജൻറ്റിനെ ബെർലിനിലേക്ക് വിടുന്നു, ലൊറൈൻ ബ്രോട്ട്. ആ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് ഈ സാധനം റിക്കവർ ചെയ്തുകൊണ്ടിരാൻ പറയുന്നു. അതേപോലെ ഒരു ഡബിൾ ഏജൻറ്റ് ഉണ്ട് ഇവരുടെ MI6 സാച്ചോ എന്ന് പേരുള്ള. ആ ഒരു ഡബിൾ ഏജൻറ്റിനെ ഒന്ന് എക്സ്പോസ് ചെയ്യാനും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്ക് അവിടെ വിടുന്നു. പക്ഷേ ബെർലിനിൽ ചെന്നിറങ്ങുന്ന, അത് ബെർലിനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഡേവിഡ് പേഴ്സിവൽ എന്ന് പറയുന്നൊരു ഏജൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിടുന്നു. അവിടെ ചെന്നിറങ്ങുന്ന സമയം തൊട്ട് നല്ല കിണ്ണൻ പണികളാണ് ലൊറൈനിൽ കിട്ടുന്നത്. ലൊറൈൻ പക്ഷെ ഹാൻഡിൽ ചെയ്യുന്നു, നല്ല കിടിലമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഈ സാധനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സുപ്പീരിയറുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ സമയമുണ്ടല്ലോ, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള സാധനത്ത് വെച്ചിട്ടാണ് ഈ സാധനം പാസ്റ്റിലെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പാക്കേജ് എങ്ങനെ ഈ സെക്യൂർ ചെയ്യും, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവിടെ വെച്ച് ബെർലിനിൽ വെച്ച് ഉണ്ടാക്കുന്നു, ഇതിൻ്റെ പുറകെ ആരൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സാധനമുള്ള ലിസ്റ്റ്. അതുകൊണ്ട് റഷ്യൻ ഉണ്ട്, CIA ഉണ്ട്, MI6 ഉണ്ട്, പിന്നെ ഗ്യാങ്സ്, എല്ലാവരും ഈ ഒരു ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു സാധനത്തെ റിവൈവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂർ ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള സാധനമാണ്. ഈ ഒരു ഏജൻറ്റ് ലൊറൈൻ ബ്രോട്ട് എന്ന് പറയുന്ന ഒറ്റ സിംഗിൾ ഏജൻറ്റാണ് പോയി സാധനം എല്ലാം കളക്ട് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. അവിടെ വെച്ച് കിട്ടുന്ന പണികളും ആ പണികളിൽ നിന്നെല്ലാം എങ്ങനെ ഈ സർവൈവ് ചെയ്യുന്നു. അതിനകത്ത് ക്ലൈമാക്സിലൊരു കിണ്ണ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അതിന് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കുറേ നമ്മൾ യൂഷ്വലി കാണാറുള്ള സ്പൈ സിനിമയിലെ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്, നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇത്ര ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ചാൾസി തിയോൺ എന്ന് പറയുന്ന നമ്മുടെ ആക്ട്രസ് ഈ ഒരു ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അറ്റോമിക് ബ്ലോണ്ട് ലൊറൈൻ ബ്രോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്പൈ ആയിട്ട് കറക്റ്റായിട്ടുള്ള ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. അതായത് കുറച്ച് ഡാർക്ക് ഇരുട്ടിനകത്ത് കുറേ സീനുകൾ ഈ ഒരു സാധനത്തിനകത്തുണ്ട്. അതായത് ഒന്നാമത് സ്പൈ ആണ്, 1980s ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ സാധനവും 80കളിലെ കാണിക്കണം. അതായത് സ്പൈകൾ 80കളിൽ എങ്ങനെയാണ്, ഇപ്പോഴാണ് ഈ മൈക്കും SD കാർഡും അല്ലെങ്കിൽ ഡ്രോണ് കാര്യങ്ങളൊക്കെ വന്നത്. അന്ന് മറ്റേ ടേപ്പ് റെക്കോർഡറും മൈക്കും അതൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്രയും ടാസ്ക് കാര്യങ്ങളുണ്ട്. അവരെങ്ങനെ അതിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഈ ഒരു സാധനം സെക്യൂർ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഗംഭീരമാണ്. ഇത് CIAക്ക് കൊടുക്കുമോ, MI6 കൊടുക്കുമോ, ഇതിനകത്ത് ആരാണ് സ്പൈ, ആർക്കൊക്കെ ഇതിനകത്ത് ബന്ധമുണ്ട്, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളൊരു സിനിമ കൂടിയാണിത്. ഇതിനകത്ത് അവസാനം ഒരു സമയമാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും, ഇതിനകത്ത് ആരാണ് ഈ ഡബിൾ ഏജൻറ്റ് എന്നുള്ളത്. നമുക്കൊരാളെ തോന്നും, പക്ഷെ അയാൾ തന്നെയാണ് ഈ ഡബിൾ ഏജൻറ്റ് നമുക്ക് തോന്നും. അത് തോന്നിപ്പിക്കാൻ അങ്ങനെ അല്ല, ഇത് വേറെ പലരും ആവാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് തോന്നിപ്പിക്കാനായിട്ട് കുറേ സീനുകളുണ്ട്. പക്ഷെ ഒരു ഗംഭീര ആക്ഷൻ സിനിമ കാണുന്ന ഫീൽ, ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സ്പൈ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും അറ്റോമിക് ബ്ലോണ്ട്.